നമസ്കാരം. അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഏതാണ്ട് അതേ അവസ്ഥയാണ് PV അൻവർ MLA-യുടേത്. ഞാനിപ്പോൾ തകർക്കും, ഞാനിപ്പോൾ പൊളിക്കും, ഞാനിപ്പോൾ എല്ലാവരെയും ജയിലിൽ കിടത്തും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രഹാസമിളക്കി വന്ന ഒരു MLA അവസാനം ആയുധം വെച്ച് കീഴടങ്ങുന്ന അതിദയനീയമായ അവസ്ഥ കാണുകയാണ് കേരളം. ഒരു ഘട്ടത്തിൽ ഞാനും അൻവറുടെ ഈ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഈ തുറന്നു പറച്ചിലുകളെ ഞാനും അംഗീകരിച്ചു. പാർട്ടി സംവിധാനങ്ങളെയും നിയമ സംവിധാനങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന അൻവർ ഒരു ആൺകുട്ടിയാണ് എന്ന് തന്നെ ഞാനും വിശ്വസിച്ചു. ആ രീതിയിലുള്ള ഒരു സപ്പോർട്ടും അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയുടെ നൽകണം, അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അൻവർ നിൽക്കുന്നത് CPM-ലായതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കീഴടങ്ങൽ അവസാന സമയത്ത് ഉണ്ടാകും എന്നൊരു തിരിച്ചറിവാണ് എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. ദിവസേന 3 നേരം വാർത്താ സമ്മേളനങ്ങൾ. നിലവിലെ മലപ്പുറം SP-യിൽ നിന്ന് തുടങ്ങി മുൻ SP-യിലേക്ക്, അവിടുന്ന് ADGP-യിലേക്ക്, പിന്നീട് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിലേക്ക്, എന്തിനധികം മുഖ്യമന്ത്രിയിലേക്ക് വരെ നീണ്ടു അൻവറിന്റെ ആരോപണങ്ങൾ. അൻവറിന്റെ രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ, അതിനുപരി പറയുന്ന കാര്യങ്ങളുടെ മെറിറ്റ് ഏറ്റെടുത്തു കേരളം. പുതിയൊരു വിപ്ലവ നായകൻ കേരളത്തിൽ പിറവിയെടുക്കുന്നു എന്ന് പലരും കൊട്ടിഘോഷിച്ചു. പോകുന്ന വഴികളിൽ, വീടിന് മുന്നിൽ, എന്തിന് അൻവറിന്റെ ബാത്റൂമിന്റെ വാതിൽക്കൽ വരെ മാധ്യമപ്പട കാവൽ കിടന്നു. ഈ അടുത്ത കാലത്തൊന്നും മറ്റൊരു രാഷ്ട്രീയ നേതാവിനും കിട്ടാത്ത, ഒരു ജനപ്രതിനിധിക്കും കിട്ടാത്ത വലിയ മൈലേജ് 3 ദിവസം കൊണ്ട്, 4 ദിവസം കൊണ്ട് അൻവർ ഉണ്ടാക്കിയെടുത്തു. അത്രയും വാർത്താ പ്രാധാന്യം ഈ ഒരൊറ്റ വിഷയം കൊണ്ട് അൻവർ നേടിയെടുത്തതാണ്. പക്ഷേ പുലിയെപ്പോലെ നിന്നവൻ മുഖ്യമന്ത്രിയെ കണ്ട് എലിയെപ്പോലെ തിരിച്ചു വരുന്ന അതിദയനീയമായ കാഴ്ച. എന്റെ പിന്നിൽ ദൈവം മാത്രമേ ഉള്ളൂ, ഞാൻ അൻവറാണ്, ഞാൻ ഒരിക്കലും മുട്ടുമടക്കില്ല. പത്രക്കാർക്ക് മുൻപിൽ വാക്കുകൾ കൊണ്ട് വാചാലത തീർത്ത അൻവർ MLA മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തിറങ്ങിയതോടെ ഞാൻ സഖാവാണ്, കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, എൻ്റെ ഉത്തരവാദിത്വം തീർന്നു, ഞാൻ പാർട്ടിയെ ഏൽപ്പിക്കുന്നു, ഞാനിതാ മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുന്നു, ഇനി അവര് നോക്കിക്കോളും, ഇനിയെല്ലാം അവര് തീരുമാനിക്കുമെന്ന് പറഞ്ഞ് നാണം കെട്ട് തല താഴ്ത്തി പോരുന്ന ഒരവസ്ഥ. ഗതികേടെ നിന്റെ പേരാണോ അൻവർ എന്ന് ചോദിക്കേണ്ടി വരുന്നു. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത്? ഒരു സിനിമയിൽ മന്ത്രിയായ അച്ഛൻ്റെ അടുത്തേക്ക് ആ സിനിമയിലെ നായിക കാവ്യമാധവൻ കടന്നു വരുമ്പോ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് നായകൻ ദിലീപ് പുറത്തു വെച്ച് തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക. അൻവറിനെ സ്വീകരിച്ചിരുത്തി വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഒടുവിൽ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് വിട്ടു. കൂടെ ഇങ്ങനെ കൂടി പറഞ്ഞു കാണണം, തിരിച്ചു പോരുമ്പോൾ ശ്രദ്ധിക്കണം, ശത്രുക്കൾ പ്രബലരാണ്. കക്കാടംപൊയ്കയിലെ പാർക്ക് ഓർമ്മയുണ്ടല്ലോ, പൊളിക്കാൻ തക്കം പാർത്തിരിക്കുന്ന പലരുമുണ്ട്, അത് മറക്കണ്ട. പിന്നെ അൻവർ വെറുമൊരു MLA മാത്രമാണ്, മുഖ്യമന്ത്രി എന്നൊരാളുണ്ട് ഇവിടെ. അയാൾ ഈ സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയാണ്. ആ വകുപ്പിനെ കുറിച്ചാണ് ഈ പറഞ്ഞതൊക്കെ. വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട, ഞാനത് പണ്ടേ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടതോടെ അൻവർ ഫ്ലാറ്റായി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എല്ലാ തെളിവുകളും കാൽക്കൽ വെച്ച് സാഷ്ടാംഗം പ്രണമിച്ച് മടങ്ങി. ഒരുപക്ഷെ അൻവർ ഒരു റിക്വസ്റ്റ് വെച്ച് കാണും, എന്നാൽ ഞാൻ എല്ലാം നിർത്താം, പക്ഷേ എന്റെ പാർക്കിനെതിരെ നടപടി ഉണ്ടാകരുതെന്ന്. ഒരുപക്ഷെ മുഖ്യമന്ത്രി അത് അംഗീകരിച്ചും കാണും. ADGP-യെ RSS നേതാവിനെ കാണാൻ പറഞ്ഞയച്ച മുഖ്യമന്ത്രിക്ക് ഒത്തുതീർപ്പും സെറ്റിൽമെന്റും ഒക്കെ വളരെ നിസ്സാരമാണ്. ഇതും ഒരു ഒത്തുതീർപ്പിൽ ഒതുങ്ങി എന്ന് വേണം കരുതാൻ. കൊക്കെത്ര കുളം കണ്ടതാ, കുളമെത്ര കൊക്കിനെ കണ്ടതാ. എന്തിനൊക്കെയോ വേണ്ടി തിളച്ച സാമ്പാർ. അൻവർ സാർ, ഇതുകൊണ്ടൊന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാഫിർ സ്ക്രീൻഷോട്ടും ഒന്നും മുങ്ങിപ്പോകില്ല. അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ നാടകമെങ്കിൽ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്.